നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ചാണ്. ഈ മനോഹര തീരത്ത് ഇനി ഒരു ജന്മം കൂടി നമുക്ക് കിട്ടുമോ എന്ന് പലപ്പോഴും പലരും ചോദിക്കുന്ന കേൾക്കാറുണ്ട്. അത്തരം ആളുകൾക്ക് ജീവിക്കാൻ വളരെ കൊതിയുണ്ട്. അല്ലെ, നമുക്കായാലും അല്ലെ, നമ്മൾ വലിയ എന്താ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളോ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഒന്ന് മതിയാക്കിയാൽ മതി എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ നമ്മുടെ മുന്നിൽ മരണം വന്ന് നിന്നാലും നമ്മൾ ഓടാൻ തോന്നും അല്ലെ. നമുക്ക് എങ്ങനെയും ജീവിച്ചേ മതിയാവുമെന്ന് തോന്നും. പക്ഷെ ജീവിക്കാൻ എല്ലാവർക്കും കൊതിയാണ്. കാരണം ഈ മനോഹര തീരം തന്നെ അത് കാരണമാണ്. നമ്മൾ ഈ മനോഹര തീരത്ത് ജീവിക്കണമെങ്കിൽ, മനോഹരമായിട്ട് ജീവിക്കണമെങ്കിൽ, സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം. പണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും. പണം നമുക്ക് സന്തോഷം വാങ്ങി തരില്ല, പക്ഷെ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് മണി സഹായിക്കും. അപ്പോൾ ഈ ഒരു മണി ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ട്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്നാൽ എന്താണെന്ന് ആദ്യമേ പറയും. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പാസീവ് ഇൻകം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ജീവിത ചെലവുകൾ, മെന്റലി ചെലവുകൾ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ കവറേജ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു നിറം, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കണ്ടാൽ നമ്മൾ ആദ്യം അത് എടുത്തിട്ട് ആദ്യം നോക്കുന്നത്, ഒരു 90% ആളുകളും ആദ്യം നോക്കുന്നത് അതിന്റെ വിലയായിരിക്കും അല്ലെ. ആ വില കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയും ഇത് വേണ്ട, നമുക്ക് പിന്നെ നോക്കാം എന്ന് പറയും. എന്നാൽ ചില ആളുകളുണ്ട്, ഒരു 10% ആളുകൾ ആദ്യമേ തന്നെ ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ട് അത് അപ്പൊ തന്നെ ബില്ല് ചെയ്യുന്നു, അതിന്റെ വില എന്തെന്ന് പോലും അന്വേഷിക്കണം. കാരണം അവർ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നുണ്ട്. നമുക്കത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിന്റെ വില നോക്കിയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ആ ഒരു ഡിഫറൻസിനെയാണ് ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിതം, അതിനെ മണി കൊണ്ട് അളക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ആ മണിയെ വിഷമിപ്പിക്കാതെ നമുക്കത് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരവസ്ഥ, അതിനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ പലർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് എന്ത് ചെയ്യണമെന്ന് മിക്കവർക്കും അറിയില്ല, അല്ലെങ്കിൽ അറിയാമെങ്കിൽ തന്നെ അത് ചെയ്യാനുള്ളൊരു മടി, അല്ലെങ്കിൽ അത് എവിടെ തുടങ്ങണം എന്നറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ എന്താണ്, എവിടെയാണ് തുടങ്ങേണ്ടത്, എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്ക് അതിനകത്തേക്കൊന്ന് നോക്കാം. ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ നമുക്ക് ആദ്യം വേണ്ടത് ബഡ്ജറ്റിംഗ് ആണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. അതായത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് മുഴുവൻ നമ്മൾ എക്സ്പെൻസ് ആക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു കാലത്തും നേടാൻ സാധിക്കില്ല. നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്നും നമ്മൾ മിച്ചം വെക്കാൻ, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ തുടങ്ങുന്നിടത്താണ് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം ആരംഭിക്കുന്നത് എന്ന് പറയും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എത്ര തുക കിട്ടിയാലും അതിൽ നിശ്ചിത തുക, അല്ലെങ്കിൽ നിശ്ചിത ശതമാനം നമ്മൾ തീർച്ചയായിട്ടും മാറ്റി വെക്കാൻ ശീലിക്കുക. ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ ഒരു സേവിങ്സ് ഹാബിറ്റ് നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമാണ് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ബഡ്ജറ്റിംഗ് ആണ് ആദ്യം നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ നമുക്ക് ആദ്യം ആവശ്യം ബഡ്ജറ്റിംഗ് ആണ്. നമ്മൾ ഓരോ എമൗണ്ടും, അല്ലെങ്കിൽ ഓരോ മണിയും നമ്മൾ ചിലവാക്കുമ്പോൾ അതെന്തിന്, അല്ലെങ്കിൽ എത്ര എന്നുള്ള ആ ഒരു കണക്ക് കൂട്ടലിലൂടെ നമ്മൾ അതിന് കൃത്യമായിട്ട് ആവശ്യമുള്ളിടത്ത് മാത്രം ഉപയോഗിച്ച് നമ്മൾ ആദ്യം സേവ് ചെയ്യാൻ പഠിക്കണം. അതിനൊരു ഫിനാൻഷ്യൽ ഫോർമുല ഉണ്ട് ഞങ്ങൾക്ക്. അതായത് ഇൻകം മൈനസ് സേവിങ്സ് ഈക്വൽ എക്സ്പെൻസ്. അതായത് നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് നമ്മൾ ആദ്യം കുറച്ച് ഒരു എമൗണ്ട് സേവ് ചെയ്യുക, ബാക്കിയുള്ളത് മാത്രം നമ്മൾ എക്സ്പെൻസ് ആക്കുക. എന്നാൽ ഇവിടെ 90% ആളുകളും നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അവർ ആദ്യം കിട്ടുന്ന എമൗണ്ടിൽ നിന്നും ആവശ്യമുള്ളതും അനാവശ്യവുമായ എക്സ്പെൻസ് എല്ലാം കഴിച്ചിട്ട് മിച്ചമുണ്ടെങ്കിൽ സേവ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതലും ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല പ്രകാരം ആണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് മിച്ചം വയ്ക്കാൻ, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ സാധിക്കും, ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനും സാധിക്കും. നമ്മളുടെ ബഡ്ജറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് നോക്കേണ്ടത് ഒരു ഇൻകം സോഴ്സ് ആണ്. അതായത് ഒരു സെക്കൻഡ് ഇൻകം സോഴ്സ്.
ഒരു സെക്കൻഡ് ഇൻകം സോഴ്സ് എല്ലാവർക്കും ആവശ്യമാണ്. കാരണം ഒരു ഇൻകത്തിനെ മാത്രം ആശ്രയിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, മുന്നോട്ട് പോയാൽ, ആ ഒരു ഇൻകത്തിന് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായാൽ, നമ്മുടെ ജീവിതത്തിൽ പല കണക്കുകൂട്ടലും നമുക്കുണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറത്ത് ഒരു കണക്കുകൂട്ടൽ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ എവിടെന്നോ ഏതോ ഒരു അദൃശ്യ ശക്തി നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇൻകം തന്നെ നഷ്ടപ്പെട്ടേക്കാം, ജോലി നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസോ മറ്റു ഡിസബിലിറ്റിയോ സംഭവിച്ചിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കാതെ ഇരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരും. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ഇൻകത്തിൽ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ നമ്മളുടെ ജീവിതം വളരെ ദുഷ്കരമാണ്. നമ്മൾ അതായത് ഇൻകം കൊണ്ടുവരുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തെ തന്നെ അത് ബാധിക്കും, അല്ലെ? അവിടെ വേറെ ഇൻകം ഇല്ലാത്ത. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ ഒരു സെക്കൻഡ് ഇൻകം സോഴ്സ് നമ്മൾ കണ്ടെത്തിയിരിക്കണം. അതൊരു ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ് ആയിട്ടോ അതല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബായിട്ടോ എങ്ങനെയും നമുക്ക് ഒരു സെക്കൻഡ് സോഴ്സ് നമ്മൾ കണ്ടെത്തിയിരിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡെപ്റ്റ് ഫ്രീ ലീവിംഗ് ആണ്. അതായത് ഇപ്പൊ ഒത്തിരി ആളുകള് അവർ ജീവിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫാമിലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരവർക്ക് വേണ്ടിയെന്നോ ഒന്നല്ല പറയുന്നത്, മറ്റേതെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നത്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ICICIക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കിന് വേണ്ടിയിട്ടോ ഒക്കെയാണ് ജീവിക്കുന്നത്, അതല്ലെങ്കിൽ മണി ലെൻഡേഴ്സിന് വേണ്ടിയിട്ടോ. കാരണം കിട്ടുന്ന എമൗണ്ട് മുഴുവൻ EMI അടച്ചു തീർത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡെപ്റ്റിൽ നിന്നും പുറത്തു കടന്നാൽ മാത്രം, ആ ഒരു കടക്കിണിയിൽ നിന്നും പുറത്തു കടന്നാൽ മാത്രമാണ് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഇതൊന്നും തീർക്കാൻ കഴിയില്ലെങ്കിലും നമ്മൾ പതുക്കെ പതുക്കെ സേവ് ചെയ്ത് തുടങ്ങുന്നതിനനുസരിച്ച് ഇത്തരം ഡെപ്റ്റുകൾ നമ്മൾ കുറച്ച് അടച്ചു തീർത്ത് അതിൽ നിന്ന് മോചിതരാകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നടക്കാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തത് ഇൻവെസ്റ്റ് റെഗുലർലി. അതായത് പല ആളുകളും ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പറയണ കേട്ടിട്ട് ശരി ഒന്ന് തുടങ്ങി കളയാം എന്ന് വിചാരിച്ചിട്ട് അവരുടെ സേവിങ്സ് പതുക്കെ തുടങ്ങി വെക്കും. പക്ഷെ അതൊരു റെഗുലർ ആയിട്ടുള്ള സേവിങ്സ് ആയിരിക്കില്ല. എപ്പോഴെങ്കിലും കുറച്ച് എമൗണ്ട് കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരിത്തിരി നീക്കി വെക്കുക, അതല്ലെങ്കിൽ 5-6 മാസം കൂടുമ്പോൾ ഇത്തിരി മാറ്റി വെക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു സേവിങ്സ് അവർ നടത്താറില്ല. പക്ഷെ ഒരു റെഗുലർ സേവിങ്സ് നടത്തിയാൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മാത്രമാണ് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തോന്നുമ്പോഴൊന്നും അല്ല, റെഗുലർ ആയിട്ട് എല്ലാ ഡെയിലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ അതുപോലെ വീക്കിലിയോ അങ്ങനെയൊക്കെ നമ്മൾ എന്തായാലും ചെയ്തുകൊണ്ട് പോയാൽ മാത്രമാണ് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു ഇൻവെസ്റ്റ്മെന്റിലൂടെ ആണ് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തൊരു കാര്യം സിംപ്ലിസിറ്റിയാണ്. നമ്മൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും, നമുക്ക് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കടം മേടിച്ചിട്ടും വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വിറ്റും പൈസ ഉണ്ടാക്കിയിട്ട് ആ ഒരു പൊലിമ കാണിക്കുക, ഞാൻ വലിയ ഇതിലാണ് ജീവിക്കുന്നതെന്നൊക്കെ കാണിക്കുക, ആവശ്യമുള്ളത് അനാവശ്യമുള്ളതൊക്കെ വാങ്ങിച്ച് വലിയ വില കൂടിയ സാധനങ്ങളെ വാങ്ങിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ് പലരും ചെയ്തു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഡെപ്റ്റിലേക്ക് അല്ലെങ്കിൽ കടത്തിലേക്കും കടക്കണിയിലേക്കും ഒക്കെ പോകുന്നത്. അതേസമയം നമ്മൾ എത്ര നേട്ടം, എത്ര പൈസ ഉണ്ടാക്കിയാലും, എത്ര ഇൻകം നമ്മൾ ക്രിയേറ്റ് ചെയ്താലും നമ്മൾ വളരെ സിംപ്ലിസിറ്റി ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നാളത്തേക്ക് വേണ്ടി കരുതി വെച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് അത്രയും ആവശ്യത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പോലും നമുക്ക് സാധിക്കും. അപ്പൊ ഈ ഒരു സിംപ്ലിസിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. എന്നാലാണ് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു 5 സ്റ്റെപ്പ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ മാത്രമാണ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബഡ്ജറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ഇൻകം സോഴ്സ്, അത് ഓരോന്ന് കഴിഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ ഒരേ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യം ബഡ്ജറ്റ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ നമ്മളൊരു സെക്കൻഡ് ഇൻകം സോഴ്സ് കണ്ടെത്തുക, പിന്നെ നമ്മുടെ ഡെപ്റ്റ് എല്ലാം പതുക്കെ ക്ലിയർ ചെയ്ത് പോവുക, നമ്മൾ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ സേവിങ്സ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക, പിന്നെ വളരെ സിംപ്ലിസിറ്റി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നത്. ഈ 5 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് രൂപീകരിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ ഇത് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ എവിടെ തുടങ്ങണം എന്നൊക്കെയാണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസോട് കൂടി ഇത് തുടങ്ങാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അത്തരം ഒരു ഗൈഡൻസിനും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ഒരു പ്ലാൻ റെഡിയാക്കാനും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് കമന്റ് ചെയ്യുക.
അതുപോലെ തന്നെ ഞങ്ങളുടെ ഗൈഡൻസോടുകൂടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാം സഹായം ചെയ്തു തരുന്നതുമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.